ആ കണ്ണുകൾക്ക് നക്ഷത്രങ്ങളുടെ തിളക്കം. തെന്നിന്ത്യ കണ്ട ഏറ്റവും സുന്ദരിയായ നടിയെന്ന വിശേഷണത്തേക്കാൾ തൻ്റെ കാലിലെ ചിലങ്കകൾക്ക് കീഴെ ലോകത്തെ വിസ്മയിപ്പിച്ച ഒരു കലാകാരിയുടെ കഥയാണിത്. ചരിത്രം തുടങ്ങുന്നത് ചെന്നൈയിലെ ഒരു തറവാട്ടിലാണ്. പാലക്കാടൻ മണ്ണിൽ വേരുകളുള്ള ഒരു പ്രശസ്ത കുടുംബം. പത്മിനിയും രാഗിണിയും ലളിതയും ആടിയ തറയിൽ പിച്ച വെച്ച കുട്ടി. നൃത്തം എനിക്ക് ശ്വസിക്കുന്നത് പോലെയാണ് എന്ന് പിൽക്കാലത്ത് അവർ പറഞ്ഞത് വെറുതെയല്ല. ഒരു കളിപ്പാട്ടം ചോദിക്കുന്നതിന് മുൻപേ അവൾ ചിലങ്കകൾ ചോദിച്ചു വാങ്ങിയിരുന്നു. 14-ാം വയസ്സിൽ ഏപ്രിൽ 18 എന്ന ചിത്രത്തിലൂടെ ആ വലിയ കണ്ണുകൾ സ്ക്രീനിൽ തെളിഞ്ഞു. മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങിയ വമ്പന്മാർക്കൊപ്പം അഭിനയിക്കുമ്പോഴും ശോഭന എന്ന പെൺകുട്ടി തൻ്റെ വ്യക്തിത്വം സൂക്ഷിച്ചു. യാത്രയിലെയും നാടുവഴികളിലെയും പ്രണയഭാവങ്ങൾ മലയാളികളുടെ ഹൃദയം കവർന്നു. അവൾ സിനിമയിലെ ഒരു നായിക മാത്രമായിരുന്നില്ല, ഓരോ മലയാളിയുടെയും സ്വപ്നത്തിലെ പ്രിയപ്പെട്ട പെൺകുട്ടിയായിരുന്നു. 1993 മണിച്ചിത്രത്താഴ് എന്ന വിസ്മയം പിറന്നു. ശോഭന ഗംഗയിൽ നിന്ന് നാഗവല്ലിയായി മാറിയ നിമിഷം ഇന്ത്യൻ സിനിമയുടെ ചരിത്രമായി. എന്ന ക്രോധത്തിൽ ആ കണ്ണുകൾ ജ്വലിച്ചപ്പോൾ ലോകം മുഴുവൻ ശ്വാസമടക്കി പിടിച്ചു. ദേശീയ പുരസ്കാരം തേടിയെത്തിയ നിമിഷം അവർ ഇങ്ങനെ ഓർത്തു, നാഗവല്ലി എന്നിൽ വന്ന് നിറഞ്ഞതാണ്, ഞാനിത് ചെയ്തതല്ല. സിനിമയുടെ തിരക്കുകൾക്കിടയിലും ശോഭന തൻ്റെ ലോകം തിരിച്ചു പിടിച്ചു. വിവാഹത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളോടും ഗോസിപ്പുകളോടും അവർ പുഞ്ചിരി കൊണ്ട് മറുപടി നൽകി. കലയാണ് എൻ്റെ ജീവിതം, ചിലങ്കയാണ് എൻ്റെ പ്രണയം എന്ന് അവർ ഉറക്കെ പറഞ്ഞു. ചെന്നൈയിൽ കലാർപ്പണ സ്ഥാപിച്ച് അവർ പുതിയൊരു വിപ്ലവത്തിന് തുടക്കമിട്ടു. പിന്നീട് രേവതിയുടെ മിത്ര മൈ ഫ്രണ്ട് എന്ന ചിത്രത്തിലൂടെ രണ്ടാമതും ദേശീയ പുരസ്കാരം നേടി. അവർ തൻ്റെ പ്രതിഭ വീണ്ടും തെളിയിച്ചു. ജീവിതത്തിലെ ഏറ്റവും ധീരമായ തീരുമാനം വന്നത് പിന്നീടാണ്. അനന്തനാരായണി ചന്ദ്രകുമാർ എന്ന പെൺകുഞ്ഞിനെ ദത്തെടുത്തുകൊണ്ട് ശോഭന മാതൃത്വത്തിൻ്റെ പുതിയൊരു മുഖം കാട്ടിത്തന്നു. മകൾക്ക് വേണ്ടി സിനിമയിൽ നിന്ന് അവർ വിട്ടുനിന്നു. അവൾക്കൊപ്പം നൃത്തം ചെയ്തും അവൾക്ക് കഥകൾ പറഞ്ഞുകൊടുത്തും ശോഭന ഒരു അമ്മയായി പൂർണ്ണത നേടി. ഒരു ജീവനെ സ്നേഹിക്കാനും കരുതാനും ചോരബന്ധം തന്നെ വേണമെന്നില്ലെന്ന് ആ ജീവിതം നമ്മെ പഠിപ്പിച്ചു. ഇന്ന് 2026-ൽ ശോഭന ഒരു സാംസ്കാരിക ഐക്കണാണ്. സോഷ്യൽ മീഡിയയിലൂടെ നൃത്തം ജനകീയമാക്കി മാറ്റിയ അവർ പുത്തൻ തലമുറയുടെ പ്രിയപ്പെട്ട ശോഭന മാമാണ്. മായാരാവണ പോലുള്ള ബൃഹത്തായ നൃത്തശില്പങ്ങൾ വേദിയിൽ അവതരിപ്പിക്കുമ്പോൾ ഇപ്പോഴും കാണികൾ വിസ്മയിക്കുന്നു. സാങ്കേതിക വിദ്യ കലയെ നശിപ്പിക്കുകയല്ല, മറിച്ച് ലോകത്തിൻ്റെ മുക്കിലും മൂലയിലും എത്തിക്കുകയാണ് ചെയ്യുന്നതെന്ന നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുന്നു. 60കളിലും ആ ചുവടുകൾക്ക് അഗ്നിയുടെ വേഗതയാണ്. ശോഭനയുടെ ഒരു കഥ ഒരു പാഠമാണ്. തൻ്റെ നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് ലോകം എന്തു പറയുമെന്ന് ചിന്തിക്കാതെ സ്വന്തം സ്വപ്നങ്ങൾക്ക് പിന്നാലെ പോയ ഒരു സ്ത്രീയുടെ കഥ. ഇന്നും ആ ചിലങ്കകൾ നിശബ്ദമായിട്ടില്ല. 2026-ലും ശോഭന തൻ്റെ മനോഹരമായ വലിയ കണ്ണുകൾ കൊണ്ട് നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. സ്വപ്നം കാണാനും അത് യാഥാർത്ഥ്യമാക്കാനും നമ്മെ പ്രേരിപ്പിച്ചുകൊണ്ട്. കലയുടെയും കലാകാരന്മാരുടെയും ഇതുപോലുള്ള കൂടുതൽ വിസ്മയകരമായ കഥകൾക്കായി ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ നല്ല വീഡിയോകളുമായി വീണ്ടും കാണാം. നന്ദി.